TV പ്രസാദിലേക്ക് കൂടി. പ്രസാദ്, ഇപ്പോൾ IB ഉദ്യോഗസ്ഥരുടെ മരണം പോലീസ് ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഗൗരവത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവിനും അന്വേഷണത്തിന് തൃപ്തിയാണ് പറയുന്നത്. പക്ഷേ സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അത് ആദ്യത്തെ വൈകലാണോ അതിലേക്ക് കാരണമായത്? ഉറപ്പായും സ്മൃതി, ഈ മരണം നടന്ന ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം പോലീസിനും സുഗാന്തിൻ്റെ സീനിയറായിട്ടുള്ള IB ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതായത് സുഗാന്തിന് ഇങ്ങനെ ഒരു പങ്ക് ഇതിൽ ഉണ്ടാകില്ല എന്നൊരു പക്ഷേ അവർ വിശ്വസിച്ച് കാണണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സുഗാന്തിന് ഊരിപ്പോകാൻ വേണ്ടി വലിയ അവസരമുണ്ടായത്. ഇപ്പോൾ ഒളിവിൽ കഴിയുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്ക് എന്നുള്ളത് സുഗാന്തിനെ കേന്ദ്രീകരിച്ചാണ്. സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. മാത്രമല്ല, സുഗാന്തിൻ്റെ ഫോൺ രേഖകൾ ഇതിൽ നിർണായകമാണ്. ഇതിൽ മറ്റ് ചാറ്റുകളും അതുപോലെ തന്നെ മറ്റ് തെളിവുകളും ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുമുണ്ട്. എന്തായാലും പ്രാഥമികമായി തന്നെ സുഗാന്ത് കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ FIR തയ്യാറാക്കുകയും ചെയ്ത്. സ്മൃതി, ഇത് നേരത്തെ ഇപ്പോൾ അല്പസമയം മുമ്പ് IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ പറഞ്ഞതുപോലെ വീട്ടുകാർ ഇതൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പിതാവിൻ്റെ നമ്പർ അറ്റാച്ച് ചെയ്ത ഫാസ്ടാഗ് അരൂരിലെ ടോൾ ബൂത്തിലൂടെ കടന്നു പോകുന്നു ഈ ഉദ്യോഗസ്ഥയുടെ. തിരുവനന്തപുരത്താണ് ജോലി. കൊച്ചിയിലേക്ക് സാധാരണ ഓഫീസ് വിട്ട് പുറത്തു പോകുമ്പോൾ വീട്ടിൽ പറയാറുള്ള പെൺകുട്ടിയാണ്, യുവതിയാണ്. പക്ഷേ ആ ദിവസം പറഞ്ഞില്ല. അങ്ങനെ ഫാസ്ടാഗിലെ മെസ്സേജ് അച്ഛൻ്റെ ഫോണിലേക്ക് വരുമ്പോഴാണ് ഇവർ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന വിവരം അവരറിയുന്നത്. പക്ഷേ ചോദിച്ച സമയത്ത് ഇവിടെ ഓഫീസിനകത്ത് അടുത്തുണ്ട് എന്ന രീതിയിൽ പറയുകയും അങ്ങനെ പിന്നീട് ഈ രക്ഷിതാക്കൾ ഇത് അറിയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ അവരുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ നിന്നത്. അങ്ങനെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോഴാണ് അതൊരു ബന്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും തുടക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സുഗാന്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ ഒരു മെല്ലെ പോക്ക് അത് ഈ കേസിലാകെ തിരിച്ചടിയായി എന്നുള്ളതാണ്. ഇപ്പോഴും സുഗാന്തിനെ അന്വേഷിക്കുകയാണ്. പക്ഷേ ഏതായാലും സുഗാന്തിനെ പിടികൂടുക എന്നുള്ളതാണ് ഇനി പോലീസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം.